Hi everyone. Here we are going to discuss about volume bound current. ഓൾറെഡി നമ്മൾ സർഫസ് ബൗണ്ട് കറണ്ട് എന്താണെന്നും അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഇക്വേഷൻസും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വോള്യൂം ബൗണ്ട് കറണ്ട് ആണ്. ആൻഡ് ഓൾറെഡി അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞതാണ്. വോള്യൂം ബൗണ്ട് കറണ്ട് ജെ ബി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എം. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ജസ്റ്റ് ടെൽ ഹൗ വി ഗോട്ട് ദിസ് ഇക്വേഷൻ. ഓക്കെ, സോ സർഫസ് ബൗണ്ട് കറണ്ടിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു അവിടെ യൂണിഫോം മാഗ്നറ്റൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് ഹിയർ ദിസ് വോള്യൂം ബൗണ്ട് കറണ്ട് ഈസ് അപ്പിയറിംഗ് ഇൻ ദ കേസ് ഓഫ് നോൺ യൂണിഫോം മാഗ്നറ്റൈസേഷൻ. ഓക്കെ, സർഫസ് ബൗണ്ട് കറണ്ടിൽ നമ്മൾ ഡിഫറെൻറ്റ് സ്മോൾ ബ്ലോക്സുകളായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അഡ്ജസൻറ്റ് ബ്ലോക്സിൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായത് കാരണം ക്യാൻസൽ ചെയ്ത് പോയതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ടോട്ടൽ കറണ്ട് നമുക്ക് 0 ആയിട്ട് കിട്ടും. And we'll get the current across the surface and there will be no current in the volume. അങ്ങനെയാണ് നമുക്ക് സർഫസ് ബൗണ്ട് കറണ്ടിൻ്റെ കേസിൽ കിട്ടിയത്. ബട്ട് ഹിയർ ഇവിടെ അഡ്ജസൻറ്റ് ബ്ലോക്കുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്ജസൻറ്റ് ബ്ലോക്കിലെ കറണ്ട് തമ്മിൽ ക്യാൻസൽ ആവില്ല. ഓക്കെ, ദേ വിൽ ബി ഓപ്പോസിറ്റ് ബട്ട് ദേ വിൽ നോട്ട് ബി ഈക്വൽ. കാരണം എന്താ, ഇവിടെ നോൺ യൂണിഫോം മാഗ്നറ്റൈസേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, so when the magnetization is non-uniform, the internal currents no longer cancel. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നമ്മൾ രണ്ട് അഡ്ജസൻറ്റ് ബ്ലോക്സ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് ആൻഡ് ദീസ് ബ്ലോക്സ് ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഡി വൈ. ഓക്കെ, വൈ ഡയറക്ഷനിൽ ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഡി വൈയിലാണ് ഈ രണ്ട് അഡ്ജസൻറ്റ് ബ്ലോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഡി വൈ ഇസ് എ സെപ്പറേഷൻ. സോ അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് കാണാം കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇൻ ദ സെക്കൻഡ് ബ്ലോക്ക് ഓൾസോ ദ കറണ്ട് ഡയറക്ഷൻ ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ്, isn't it, when we are applying when there is a magnetization, right? So here ആദ്യത്തെ ബ്ലോക്കിൽ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുക അലോങ് ദി സെറ്റ് ആക്സിസ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ആ ആരോ മുകളിലേക്ക് ഇട്ടിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എം സെഡ് ഓഫ് വൈ. ഇതേപോലെ നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിൽ again current is in the anti-clockwise direction, so magnetization is along the z direction and that we are representing by mz of y plus dy. Okay, y plus dy എന്നുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ബ്ലോക്കിൻ്റെ മാഗ്നറ്റൈസേഷൻ ആണ് mz of y plus dy എന്ന് പറയുന്നത്. ആൻഡ് ഈ ബ്ലോക്കിൻ്റെ തിക്നെസ് ഡി സെഡ് ആണ് വരിക, കാരണം ആ തിക്നെസ് വരുന്നത് അലോങ് സെഡ് ഡയറക്ഷനിലാണ് അല്ലേ. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഡി സെഡ്. ഇനി നമ്മളവിടെ രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡുകൾ സർഫസുകൾ, ഓക്കെ, ക്യൂബിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സർഫസുകളാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒരു സർഫസിന് 1 റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേ സർഫസിന് 2 റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന റിസൾട്ടൻറ്റ് കറണ്ടാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ 1 എന്ന് പറയുന്ന സർഫസിൽ കറണ്ട് ഫ്ലോ നിങ്ങൾക്ക് അതിൽ ഡയറക്ഷൻ കാണാം, അതുപോലെ 2 എന്നുള്ള സർഫസിലെ കറണ്ട് ഫ്ലോൻ്റെ ഡയറക്ഷനും കാണാം. അപ്പോൾ ഈ രണ്ട് കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, പക്ഷേ ഒന്ന് എലോങ് എക്സ് ആക്സിസും ഒന്ന് എലോങ് മൈനസ് എക്സ് ആക്സിസും ആണ്. ഓക്കെ, ബട്ട് യു ക്യാൻ സീ ദാറ്റ് ഈവൻ ദോ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇസ് ഡിഫറെൻറ്റ് ഓർ ഓപ്പോസിറ്റ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ അല്ല. കാരണം എന്താ, നോൺ യൂണിഫോം മാഗ്നറ്റൈസേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കില്ല, സോ അത് ക്യാൻസൽ ചെയ്യില്ല. ഓക്കെ, നമ്മൾ സർഫസ് കറണ്ടിൽ പറഞ്ഞതുപോലെ അതിവിടെ ക്യാൻസൽ ഔട്ട് ആവില്ല. സോ ദാറ്റ് ഈസ് റിട്ടൺ ദേ ദ കറണ്ട് ഇൻ ഫേസസ് 1 and 2 വിൽ നോട്ട് ക്യാൻസൽ ബിക്കോസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് നോൺ യൂണിഫോം. സോ കറണ്ട്സ് ആർ ഓപ്പോസിറ്റ് ഹിയർ ബട്ട് നോട്ട് ഈക്വൽ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് കറണ്ട് അലോങ് ദി എക്സ് ഡയറക്ഷൻ. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ഡി വൈ സെപ്പറേഷനിലുള്ള രണ്ട് ബ്ലോക്കുകളാണ് ഇപ്പോൾ കൺസിഡർ ചെയ്തത്. ഇതേപോലെ ധാരാളം ബ്ലോക്സ് നമുക്ക് ആ ഒരു മെറ്റീരിയൽ കൺസിഡർ ചെയ്യാം. സോ നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന രണ്ട് ബ്ലോക്സിൻ്റെ മേലെയും താഴെയായിട്ട് ഡിഫറെൻറ്റ് ബ്ലോക്സുകൾ ഉണ്ടാവും അല്ലേ. സോ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഈ എക്സ് ഡയറക്ഷനിൽ റിസൾട്ടൻറ്റ് കറണ്ടിൽ ഉണ്ടാവും. സോ നമ്മൾ ഇപ്പം ഡി വൈ സെപ്പറേഷനിലുള്ള രണ്ട് ക്യൂബ്സ് ആണ് കൺസിഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഡി സെഡ് സെപ്പറേഷനിലുള്ള രണ്ട് ക്യൂബുകളാണ്. അതായത് നേരത്തെ കൺസിഡർ ചെയ്ത ഒരു ക്യൂബിൻ്റെ മുകളിൽ വരുന്ന ഒരു ക്യൂബ്. ഓക്കെ, നമ്മൾ ആ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിൽ കുറേ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലേ.
സോ ആ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളിൽ കറണ്ട് എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ നമ്മൾ ആദ്യം ഡി വൈ സെപ്പറേഷനിൽ ഉള്ള രണ്ട് ബ്ലോക്കുകളാണ് കൺസിഡർ ചെയ്തത് ആദ്യത്തെ കേസിൽ. ഓക്കെ, ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലും ഇരിക്കുന്നത് പോലെ. ഇനി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒന്ന് താഴെയും ഒന്ന് മുകളിലും ഇരിക്കുന്ന പോലെ ഡി സെറ്റ് സെപ്പറേഷനിൽ വരുന്ന രണ്ട് ബ്ലോക്കുകളാണ്. ഓക്കെ, അവിടെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എലോങ് വൈ ഡയറക്ഷൻ ആണ് വരുന്നത്. സോ ഡി വൈ എന്ന് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റൈസേഷൻ്റെ ഡയറക്ഷൻ എലോങ് ദി വൈ ആക്സിസ് ആണെന്ന് കാണാം. അതുകൊണ്ട് നമ്മൾ എം വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് താഴത്തെ ബ്ലോക്കിൻ്റെ കേസിൽ സോ നമ്മൾ എം വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ താഴത്തെ ബ്ലോക്കിൻ്റെ കേസിൽ അത് എം വൈ ഓഫ് സെഡ് ആണ്, കാരണം സെഡ് പൊസിഷനിലാണ് ആ ബ്ലോക്ക് ഇരിക്കുന്നത്. ഇനി ആ ബ്ലോക്കും മുകളിലത്തെ ബ്ലോക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി സെഡ് ആണ്, സെപ്പറേഷൻ. സോ മുകളിലത്തെ ബ്ലോക്കിൻ്റെ മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എം വൈ ഓഫ് സെഡ് പ്ലസ് ഡി സെഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് സർഫസുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, 1 പ്രൈമും 2 പ്രൈമും. അപ്പോൾ ആ രണ്ട് സർഫസിൽ 1 പ്രൈമിലെയും 2 പ്രൈമിലെയും കറണ്ടുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഒന്ന് എലോങ് എക്സ് ആക്സിസ് ആണ്, മറ്റേത് എലോങ് മൈനസ് എക്സ് ആക്സിസ് ആണ്. പക്ഷേ അത് ഓപ്പോസിറ്റ് ആണെങ്കിൽ പോലും ഈക്വൽ ആവില്ല, കാരണം നോൺ യൂണിഫോം മാഗ്നറ്റൈസേഷൻ ആണ് ഇവിടെ. ഓക്കെ, ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് കേസിൽ, അതായത് 1 and 2 സർഫസസ്, നമ്മൾ ആദ്യത്തെ കേസ് കൺസിഡർ ചെയ്തില്ലേ, ആ കേസിലെ കറണ്ട് എലോങ് എക്സ് ആക്സിസ് ഡ്യൂ ടു ഫേസസ് 1 and 2. ഓക്കെ, അതിനെയാണ് നമ്മൾ IX12 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ കറണ്ടിൻ്റെ ഒരു ഇക്വേഷൻ നമുക്കറിയാം, I is equal to MT. ഓക്കെ, where I is the current, M is the magnetization and T is the thickness. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് കേസിൽ നമ്മുടെ മാഗ്നറ്റൈസേഷൻ വരുന്നത് MZ of Yയും MZ of Y plus DY ആണ്. ആൻഡ് അവിടെ നമ്മുടെ തിക്നെസ് എന്തായിരുന്നു ഫസ്റ്റ് കേസിൽ? DZ ആയിരുന്നു തിക്നെസ്. സോ നമ്മൾ അവിടെ നമുക്ക് റിസൾട്ടൻ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? MZ of Y plus DY into DZ മൈനസ് MZ of Y into DZ. അതായത് കറണ്ടിൻ്റെ I equal to MT എന്നുള്ള ഇക്വേഷൻ രണ്ട് ബ്ലോക്കിലെ മാഗ്നറ്റൈസേഷനിലും അപ്ലൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് അന്ന് DZ കോമൺ എടുത്തു. ആൻഡ് ഈ MZ of Y plus DY മൈനസ് MZ of Yനെ നമുക്ക് the resultant change in magnetization in the Z axis. Okay, MZ Y plus DY minus MZ Yനെ നമുക്ക് resultant change in the magnetization in the Z direction എന്ന് പറയാം. അതിനെ നമ്മൾ DMZ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ DMZ into DZ. ഓക്കെ, സോ ഇവിടെ നമുക്ക് IX ഫ്രം ദ സർഫസസ് 1, 2 എന്നുള്ളത് DMZ by DZ എന്ന് കിട്ടി. അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഡോ MZ by ഡോ Y ഇൻറ്റു DY ഇൻറ്റു DZ, അതായത് DY മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എഴുതാണ്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് IX ആസ് ഇൻ ദ ഇക്വേഷൻ 1. ഓക്കെ, ഇതേപോലെ നമുക്ക് സർഫസസ് 1 പ്രൈം ആൻഡ് 2 പ്രൈം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്ത ബ്ലോക്കുകൾ, അതൊന്നും നമുക്ക് ഇതേപോലെ ഇക്വേഷൻസ് എഴുതാം. സോ അവിടെ തിക്നെസ് എന്താ വരുന്നത്? DY ആണ് വരുന്നത്. അവിടെ താഴെയുള്ള ബ്ലോക്കിൻ്റെ മാഗ്നറ്റൈസേഷൻ MY of Zഉം മുകളിലുള്ളതിൻ്റെ MY of Z plus DZും ആണ്. സോ നമുക്ക് റിസൾട്ടൻറ്റ് കറണ്ട് ഫ്രം ദ സർഫസസ് 1 പ്രൈം ആൻഡ് 2 പ്രൈം നമുക്ക് എന്ത് കിട്ടും? MY of Z plus DZ ഇൻറ്റു DY മൈനസ് MY of Z ഇൻറ്റു DY എന്ന് കിട്ടും. ഓക്കെ, അതിൽ നമ്മൾ DY കോമൺ എടുത്തു. ആൻഡ് ചേഞ്ച് ഇൻ മാഗ്നറ്റൈസേഷൻ അലോങ് ദി Y ആക്സിസിനെ നമ്മൾ എന്ത് എഴുതി? DMY എന്ന് എഴുതി. ഓക്കെ, MY Z plus DZ മൈനസ് MY of Zനെ DMY എന്ന് എഴുതി. സോ വി ഗെറ്റ് DMY ഇൻറ്റു DY. ഓക്കെ, ഇവിടെയും നമ്മൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് DZ ഡിവൈഡ് ചെയ്യുക, DZ മൾട്ടിപ്ലൈ ചെയ്യുക, ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് IX ഫ്രം ദ സർഫസസ് 1 പ്രൈം 2 പ്രൈമിനെ ഡോ MY by ഡോ Z ഇൻറ്റു DZ ഇൻറ്റു DY എന്ന് കിട്ടും. സോ ദീസ് ആർ ദ 2 ഇക്വേഷൻസ് ദറ്റ് വി ആർ ഗെറ്റിംഗ്. സോ ഇത് നമുക്ക് ഇപ്പോൾ 4 സർഫസസ് നിന്നുള്ള കറണ്ടിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യം 1 and 2 സർഫസസ് എന്നുള്ളത് കിട്ടി, ദെൻ 1 പ്രൈം ആൻഡ് 2 പ്രൈം സർഫസസ് എന്നുള്ളത് കിട്ടി. ഓക്കെ, സോ നമുക്കിനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇതെല്ലാം കാരണം ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ട് ഇൻ ദ എക്സ് ഡയറക്ഷനാണ്. സോ അതിനെ നമുക്ക് IX എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 - 2 ചെയ്താൽ മതി. ഓക്കെ, റിസൾട്ടൻറ്റ് കറണ്ട്.
അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായത് കാരണമാണ് നമ്മളത് മൈനസ് ചെയ്യുന്നത്. സോ നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടുക IX ഇസ് ഈക്വൽ ടു ഡോ MZ ബൈ ഡോ വൈ ഇൻറ്റു DY/DZ മൈനസ് ഡോ MY ബൈ ഡോ Z ഇൻറ്റു DY/DZ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി വോള്യൂം ബൗണ്ട് കറണ്ടിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെന്തായിരുന്നു? ഇറ്റ് ഈസ് എ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പെർ യൂണിറ്റ് ഏരിയ എത്രത്തോളം കറണ്ട് ഉണ്ട് അതിനെയാണ് നമ്മൾ വോള്യൂം ബൗണ്ട് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിനെ എക്സ്പ്രഷൻ ആയിട്ട് എഴുതുമ്പോൾ JB ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഇസ് ദ വോള്യൂം ബൗണ്ട് കറണ്ട്, അതിൻ്റെ എക്സ് കമ്പോണൻറ്റ്. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? IX ഡിവൈഡഡ് ബൈ DY/DZ. നമ്മൾ പറഞ്ഞു കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത് കറണ്ട് ഐ മീൻ ദ വോള്യൂം ബൗണ്ട് കറണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ കറണ്ട് നമ്മൾ കൺസിഡർ ചെയ്ത് എക്സ് ഡയറക്ഷനിലാണ്. സോ IX ഓക്കെ ഡിവൈഡഡ് ബൈ എക്സ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ ഏതായിരിക്കും? DY ഇൻറ്റു DZ ആയിരിക്കും. സോ അതാണ് നമ്മൾ IX ഡിവൈഡഡ് ബൈ DY ഇൻറ്റു DZ എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഓൾറെഡി നമുക്ക് IX നേരത്തെ ഇക്വേഷനിൽ കിട്ടിയിട്ടുണ്ട്. ആ IX ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡോ M2 ബൈ ഡോ വൈ മൈനസ് ഡോ MY ബൈ ഡോ Z എന്ന് കിട്ടും. ഓക്കെ, സോ JB ഓഫ് എക്സ് നമുക്ക് ഡോ MZ ബൈ ഡോ വൈ മൈനസ് ഡോ MY ബൈ ഡോ Z എന്ന് കിട്ടി. ഇതേപോലെ നമ്മൾ എക്സ് ഡയറക്ഷനിലുള്ള റിസൾട്ടൻ കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് വോള്യൂം ബൗണ്ട് കറണ്ടിൻ്റെ എക്സ് കമ്പോണൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തത് JBX. ഇതേപോലെ നമുക്ക് വൈ ഡയറക്ഷനിലുള്ള കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്താൽ JBY കാണാം. സെഡ് ഡയറക്ഷനിലുള്ള കറണ്ടിൻ്റെ റിസൾട്ടൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ JBZ കാണാം. ഓക്കെ, സോ JBY നമുക്ക് കിട്ടുക ഡോ MX ബൈ ഡോ Z മൈനസ് ഡോ MZ ബൈ ഡോ എക്സ് എന്ന് കിട്ടും. ആൻഡ് JBZ വിൽ ബി ഈക്വൽ ടു ഡോ MY ബൈ ഡോ എക്സ് മൈനസ് ഡോ MX ബൈ ഡോ വൈ. ഓക്കെ, ഈ തേർഡ് ഇക്വേഷൻ, ഫോർത്ത് ഇക്വേഷൻ ആൻഡ് ഫിഫ്ത്ത് ഇക്വേഷൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക JB ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് M എന്നാണ്. സോ ഡെൽ ക്രോസ് എമ്മിനെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? എക്സ് ക്യാപ് വൈ ക്യാപ് സെഡ് ക്യാപ് അല്ലെ, ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ക്യാപ് വൈ ക്യാപ് സെഡ് ക്യാപ്. ദെൻ ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. എം മാഗ്നറ്റൈസേഷൻ, എമ്മിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ് MX, MY, MZ. ഓക്കെ, സോ ഇതിൻ്റെ ഡിറ്റർമിനന്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് എക്സ് ക്യാപ് ഇൻറ്റു ഡോ MZ ബൈ ഡോ വൈ മൈനസ് ഡോ MY ബൈ ഡോ സെഡ് കിട്ടും, പ്ലസ് വൈ ക്യാപ് ഇൻറ്റു ഡോ MX ബൈ ഡോ സെഡ് മൈനസ് ഡോ MZ ബൈ ഡോ എക്സ് പ്ലസ് സെഡ് ക്യാപ് ഇൻറ്റു ഡോ MY ബൈ ഡോ എക്സ് മൈനസ് ഡോ MX ബൈ ഡോ വൈ എന്ന് കിട്ടും. സോ ഇതിൽ ഫസ്റ്റ് നമുക്ക് എക്സ് കമ്പോണൻ്റ് ആയിട്ട്, അതായത് എക്സ് ക്യാപ്പിൻ്റെ കൂടെയുള്ള ആ ടേമാണ് എക്സ് കമ്പോണൻ്റ് ഓഫ് ജെ, അതായത് JX. അതാണ് ഇപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയത്. വൈ കമ്പോണൻ്റ് എന്താണ്? JY. സെഡ് കമ്പോണൻ്റ് ഇസ് JZ. സോ നമുക്ക് ഡെൽ ക്രോസ് എമ്മിനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു XYZ കമ്പോണൻസ് കിട്ടും. സോ അതിൽ നിന്നാണ് നമുക്ക് JB ഈക്വൽ ടു ഡെൽ ക്രോസ് M എന്നുള്ള ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, സോ ഈ 3, 4 ആൻഡ് 5 ഇക്വേഷൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഡെൽ ക്രോസ് M ആണ് കിട്ടുക. ഓക്കെ, അതിനെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഡെൽ ക്രോസ് M നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, സോ ദിസ് ഇസ് എ വോള്യൂം ബൗണ്ട് കറണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ടോപ്പിക്ക് ഹിസ്റ്റെറിസിസ് ലോസ് ആണ്. സോ ഓൾറെഡി ഹിസ്റ്റെറിസിസ് ലൂപ്പ് നിങ്ങൾ സെമിനാർ എടുത്തതാണ് ക്ലാസ്സിൽ. സോ നിങ്ങൾക്കറിയാം ഇറ്റ്സ് എ കർവ് ബിറ്റ്വീൻ ദ H ആൻഡ് B, isn't it? രണ്ട് ദ മാഗ്നറ്റിക് ഫീൽഡും ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ മെറ്റീരിയലും അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും. സോ അത് തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് തരുന്നത്. ആൻഡ് ഈ ഹിസ്റ്റെറിസിസ് ലൂപ്പിൽ നമ്മൾ ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? യു നോ ദാറ്റ്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എനർജി ഡീമാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളി റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദർ വിൽ ബി എ ലോസ് ഓഫ് എനർജി ഡ്യൂറിങ് ദ സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ. ആ ലോസ് ഓഫ് എനർജീനെ നമ്മൾ ഹിസ്റ്റെറിസിസ് ലോസ് എന്നാണ് പറയുക. ആ ലോസ് ഓഫ് എനർജി ഹീറ്റിൻ്റെ ഫോമിലാണ് അപ്പിയർ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ഹിസ്റ്റെറിസിസ് ലോസ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ പറയാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അയൺ ബാർ കൺസിഡർ ചെയ്യാണ്. അയൺ ബാറിൻ്റെ ലെങ്ത്ത് L ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A,
ആൻഡ് n ടേൺസ് ഓഫ് കോയിൽ അതിൻ്റെ ചുറ്റും ബൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു കറണ്ട് I അതിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ, ഈ കോയിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അയേൺ എന്ത് ചെയ്യും? മാഗ്നറ്റൈസ്ഡ് ആവും അല്ലേ? അങ്ങനെ മാഗ്നറ്റൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ഇസ് ഈക്വൽ ടു എൻ ബി എ ആയിരിക്കും. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫൈ ഇസ് ഈക്വൽ ടു ബി എ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇവിടെ n ടേൺസ് ഉള്ളത് കാരണം നമ്മൾ n കൂടി മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ഫൈ ഇസ് ഈക്വൽ ടു എൻ ബി എ. വെബർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ്. യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഈ ടേൺസിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദിസ് ഫൈ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ഓൾസോ ചേഞ്ചസ്. ഓക്കെ, അങ്ങനെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ആ കോയിലിൽ. ആ ഇ എം എഫിനെ നമ്മൾ ഇ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇ എം എഫ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഫാരഡേസ് ലോ എന്ന് പറഞ്ഞിട്ടൊരു ലോയിൽ ഇലക്ട്രോഡൈനാമിക്സ് 2 നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് വിച്ച് ഈസ് ലൈക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ അങ്ങനെ മനസ്സിലാക്കൂ. അതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് ആ കോൺസെപ്റ്റിനോട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഓക്കെ, യു വിൽ സ്റ്റഡി ഇറ്റ് ലേറ്റർ. സോ ഇവിടെ ഈ ഫൈ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടായിരിക്കും കോയിലിൽ. ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ നമ്മൾ സ്മോൾ ലെറ്റർ ഇ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് there is a law called Faraday's law of electromagnetic induction, which also you will study in electrodynamics 2. Okay, it is just an expression. നമ്മൾ പറഞ്ഞു അവിടെ ഒരു കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഇ എം എഫിൻ്റെ എക്സ്പ്രഷൻ ഇ ഈസ് ഈക്വൽ ടു -d∅/dt ആണ്. ഓക്കെ, ആൻഡ് നൗ അവിടെ ഫൈ ഓൾറെഡി നമുക്ക് എന്താണെന്ന് അറിയാം. എൻ ബി എ ആണ് നമ്മൾ പറഞ്ഞു. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ഗെറ്റ് ഇ ഈസ് ഈക്വൽ ടു -d/dt ഓഫ് എൻ ബി എ. Okay, n and a are constants which you can take outside. So E is equal to -na dB/dt. Okay, now what you're doing is we are going to multiply I on both sides. Okay, so we get E into I is equal to -na dB/dt into I. So ഞാൻ പറഞ്ഞു ഈ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് റിലേറ്റ് ഇറ്റ് ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇ എം എഫിൻ്റെ യൂണിറ്റും വോൾട്ട് തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്നത് വോൾട്ട് ഇൻറ്റു കറണ്ട് എന്നുള്ളൊരു ഒരു ടേമാണ് അല്ലേ? സോ അതെന്താണ്? പവറാണ്. സോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്നത് പവറിൻ്റെ ഇക്വേഷനാണ്. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് നമുക്കറിയാം. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ μ0 ആണ്. യു ഹാവ് സ്റ്റഡീഡ് ഇറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എല്ലിനെ നമ്മൾ എൽ എന്ന് എഴുതുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 or you can write b by μ0 is equal to ni by L. Okay, and what is b by μ0? b by μ0 is h. That also you have studied, isn't it? b is equal to μ0 h എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ആ b by μ0നെ നമ്മൾ h എന്ന് എഴുതി. സോ h is equal to ni by L എന്ന് കിട്ടി. From that you can write the current I as HL by N. That is equation 2. സോ ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ റൈറ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഐ ഉണ്ട്. ആ ഐന് HL/N സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഈ ഐ ഈസ് ഈക്വൽ ടു -na dB/dt into HL/N. സോ N and N gets cancelled and you will get an equation EI is equal to ALH dB/dt എന്ന് കിട്ടും. ഓക്കെ, now what you are doing is we are multiplying this both sides by dt. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡ് ഓൾറെഡി നമുക്ക് ഇ ഐ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു അത് പവറാണ്. പവർ ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? എനർജിയാണ് അല്ലേ? എനർജി, യു വിൽ ഗെറ്റ് എനർജി, isn't it? Or you can tell work done. വർക്ക് ഡൺ നമുക്ക് പറയാം. സോ ലെഫ്റ്റ് സൈഡ് ഇസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ. ആൻഡ് വാട്ട് ഇസ് ദെയർ ഇൻ ദിസ് റൈറ്റ് സൈഡ്? Right side dt and dt is getting cancelled. Okay, so what is left is ALH into dB. Okay, so dW is equal to ALH into dB എന്ന് കിട്ടും. Okay, so what will be W? You have to integrate it, isn't it?
സോ എ എൽ കോൺസ്റ്റൻ്റ് ആയത് കാരണം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ലെങ്ത്തും ഒരു അയൺ ബാർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫോർ എ പെർട്ടിക്കുലർ അയൺ ബാർ, റൈറ്റ്? സോ ദാറ്റ് ഇസ് കോൺസ്റ്റൻറ്റ് എ എൽ ഇൻറ്റു ഇൻറ്റഗ്രൽ എച്ച് ഡി ബി എന്ന് കിട്ടും. എ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഏരിയ ഇൻറ്റു ലെങ്ത് is nothing but volume of the iron bar. Okay. And integral HDB. What will be integral HDB? നമുക്കറിയാം ഹിസ്റ്ററിസിസ് ലൂപ്പിൻ്റെ എക്സ് ആക്സിസിൽ എച്ചും വൈ ആക്സിസിൽ ബിയും ആണ്. സോ എച്ച് ഇൻറ്റു ഡി ബി. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ദ ലൂപ്പാണ് കിട്ടുക. നമ്മുടെ ബി എച്ച് കർവിൻ്റെ ഏരിയയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് വോള്യൂം ഓഫ് ദി അയൺ ബാർ ഇൻറ്റു ഏരിയ ഓഫ് ദ ലൂപ്പ്. അതിലെ വോള്യത്തിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. Okay, so we get W by AL is equal to integral HDB. So this, what is W by AL? Work done per unit volume another. Okay, work done per unit volume per cycle of magnetization. ഒരു സൈക്കിളിലെ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോള്യൂം ആണത്. റൈറ്റ് സൈഡിൽ എന്താ, ഏരിയ ഓഫ് ദി ബി എച്ച് ലൂപ്പാണ്. സോ വി ക്യാൻ ടെൽ ദാറ്റ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോള്യൂം in a cycle of magnetization is always equal to the area of the BH loop. Okay, ഈ പെർട്ടിക്കുലർ എക്സ്പ്രഷനെയാണ് നമ്മൾ വാർട്ട്ബർഗ്സ് ലോ എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹിസ്റ്ററിസിസ് ലോസ്. Now we are going to discuss another topic, divergence and curl of magnetic field from Biot-Savart law. Okay, so already Dirac delta ഫംഗ്ഷനിൽ നമ്മൾ ഓൾറെഡി കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഡിറൈവ് ചെയ്യുന്ന ഒരു ഡെറിവേഷനാണിത്. സോ ദ ഡെറിവേഷൻ ഇസ് ക്വൈറ്റ് സിമ്പിൾ, ബട്ട് യു ഹാവ് ടു യൂസ് ദ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു പെർട്ടിക്കുലർ വോള്യൂം കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ വോള്യത്തിൽ ഒരു സ്മോൾ വോള്യൂം എലമെൻ്റ് ആണ് ഡീറ്റോ, ആൻഡ് അവിടെയുള്ള വോള്യൂം കറണ്ട് ഡെൻസിറ്റിയാണ് ജെ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈമിൻ്റെ ഫംഗ്ഷനാണ് ജെ. ഓക്കെ, ഈ ജെ കാരണം പോയിന്റ് പിയിൽ ഓക്കെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ ഡ്യൂ ടു ദാറ്റ് സ്മോൾ വോള്യൂം എലമെൻറ്റ്. ഓക്കെ, സോ ഫ്രം ബയോട്ട്-സാവർട്ട് ലോ നമുക്കറിയാം ബി ഈസ് ഈക്വൽ ടു മ്യൂ 0/4π ഇൻ്റഗ്രൽ ജെ ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഡീറ്റോ ആണ്. ഈ എക്സ്പ്രഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എവിടത്തെയാണ് കണ്ടുപിടിക്കണേ, പോയിന്റ് പിയിലെയാണ്. പി എന്ന് പറയുന്നത് എക്സ് വൈ സെഡിൻ്റെ ഫംഗ്ഷനാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്താണ്, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ജെ എന്ന് പറയുന്നത് എന്താ, ആ സ്മോൾ വോള്യൂം ഡീറ്റോയിലുള്ള ഡെൻസിറ്റിയാണ്. സോ നമുക്കതിനെ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം ആയിട്ട് പറയാം. ആൻഡ് ഓർ യു ക്യാൻ റൈറ്റ് ഡീറ്റോ ആസ് ഡി എക്സ് പ്രൈം ഡി വൈ പ്രൈം ഡി സെഡ് പ്രൈം. ഓക്കെ, ഇനി വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് പോയിന്റ് ആൻഡ് ഫീൽഡ് പോയിന്റ്. സോഴ്സ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഡീറ്റോ ആണ്, ഫീൽഡ് പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് പി. ഓക്കെ, എവിടെയാണോ നമുക്ക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആ പോയിന്റ്. സോ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ ആയിരിക്കും. ദാറ്റ് ഇസ് എക്സ് മൈനസ് എക്സ് പ്രൈം ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ മൈനസ് വൈ പ്രൈം ഇൻറ്റു ജെ ക്യാപ് പ്ലസ് സെഡ് മൈനസ് സെഡ് പ്രൈം ഇൻറ്റു കെ ക്യാപ്. ഓക്കെ, ആ ഡിഫറൻസസ് എടുത്തു അലോങ് ഈച്ച് ഡയറക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇക്വേഷൻ്റെ ബയോട്ട്-സാവർട്ട് ലോ നമ്മളൊരു ഇക്വേഷൻ എഴുതി. ആ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഡൈവേർജൻസ് എടുക്കുകയാണ്, del dot. Okay, so you get the second equation, del dot b is equal to mu 0/4π integral del dot j cross r cap by r square dito എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മളൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാണ്, വെക്റ്റർ ഐഡൻറ്റിറ്റി. del dot a cross b is equal to b dot del cross a minus a dot del cross b. സോ ഇവിടെ നമ്മൾ ബി ആയിട്ട് എടുത്തിട്ടുള്ളത് ആർ ക്യാപ് ബൈ ആർ സ്ക്വയറും എ ആയിട്ട് എടുത്തിട്ടുള്ളത് ജെയും ആണ്. സോ നമുക്ക് അത് രണ്ടും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ, യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് ഷോൺ ഇൻ ദ സ്ലൈഡ്. del dot j cross r cap by r square will be equal to r cap by r square dot del dot j minus j dot del cross r cap by r square എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് del cross j is 0 ബിക്കോസ് എന്താ, del cross j 0 ആവാൻ കാരണം del ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ് വൈ സെഡിനെയാണ്. ഓക്കെ, ആ പോയിന്റ് പി എവിടെയാണോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ്, അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡെൽ എന്ന് പറഞ്ഞാൽ എന്താ, ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ എക്സ് വൈ സെഡ്. പക്ഷേ ജെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, ജെ എന്ന് പറഞ്ഞാൽ സ്മോൾ വോള്യത്തിലുള്ള
ഡെൻസിറ്റിയാണ് അല്ലേ. സോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈമിനെയാണ്. മറ്റേത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ് ബൈ സെഡിനെയാണ്. സോ ഡെൽ ക്രോസ് ജെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഡെൽ ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ആണ് സെക്കൻഡ് ടേമിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ സെക്കൻഡ് ടേമിൽ. അതും 0 ആണ്. അത് നിങ്ങളൊരു പ്രോബ്ലം ആയിട്ട് വെക്ടേഴ്സിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഡെൽ ക്രോസ് ആർ ക്യാപ്, ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണത്. ഡെൽ ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് ഹാൻഡ് സൈഡിലെ രണ്ട് ടേംസും 0 ആണ്. സോ വി ഗെറ്റ് ഡെൽ ഡോട്ട് ജെ ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു 0. ഞാൻ ആ സ്ലൈഡിൽ എഴുതിയിട്ടുള്ളത് ഡെൽ ക്രോസ് എന്നാണ്. സോ യു ഹാവ് ടു കറക്റ്റ് ദാറ്റ് മിസ്റ്റേക്ക്. ഡെൽ ഡോട്ട് ജെ ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു 0. അതാണ് ഫൈനലി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഇക്വേഷൻ 2? വാട്ട് വാസ് ഇക്വേഷൻ 2? ഇക്വേഷൻ 2 നമ്മൾ ഡെൽ ഡോട്ട് ബിയുടെ എക്സ്പ്രഷനാണ് എഴുതിയത് അല്ലേ. സോ ഇക്വേഷൻ 2ലെ ആ ഡെൽ ഡോട്ട് ജെ ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ആണ് നമുക്ക് 0 ആയിട്ട് കിട്ടിയത്. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ആ ടേം 0 ആണ്. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെൽ ഡോട്ട് ബി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്മോൾ ഡെൽ ഡോട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെൽ ഡോട്ട് ജെ ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്തു. അത് നമുക്ക് 0 കിട്ടി. സോ നമുക്ക് പറയാം ഡെൽ ഡോട്ട് ബി വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറയാം. ദാറ്റ് മീൻസ് ഡൈവേർജൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് 0. ഓക്കെ, ദിസ് ഇസ് സംതിങ് വിച്ച് യു നോ, റൈറ്റ്? വി ആർ ജസ്റ്റ് ടെല്ലിംഗ് ഹൗ വി ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് ഇക്വേഷൻ്റെ, അതായത് നമ്മൾ ബയോട്ട്-സാവേർട്ട് ലോ എഴുതി. സോ ആ ഫസ്റ്റ് ബയോട്ട്-സാവേർട്ട് ലോ ബി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എഴുതി. ആ ഇക്വേഷൻ്റെ ഡെൽ ഡോട്ട് ആണ് ഇപ്പോൾ എടുത്തത്. ഇനി അതിൻ്റെ ക്രോസ് എടുക്കുക. ഓക്കെ, കേൾ എടുക്കുക. സോ വെൻ വി ആർ ടേക്കിംഗ് കേൾ ഓൺ ബോത്ത് സൈഡ് you get del cross B is equal to mu 0 by 4 pi integral del cross J cross R cap by R square d2. Again ഇവിടെ എന്ത് ചെയ്യുക? റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഡെൽ ക്രോസ് ജെ ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്റ്റർ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുക. എ ക്രോസ് ബി ക്രോസ് സി ചെയ്യുക. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ബി ഇൻറ്റു എ ഡോട്ട് സി മൈനസ് സി ഇൻറ്റു എ ഡോട്ട് ബി. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് del cross j cross r cap by r square is equal to j into del dot r cap by r square minus r cap by r square into del dot j എന്ന് കിട്ടും. Okay, take a, b, c accordingly and if you expand it you will get it like this. Okay, ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു റൈറ്റ് സൈഡിൽ സെക്കൻഡ് ടേം ഓക്കെ ഡെൽ ഡോട്ട് ജെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ സെക്കൻഡ് ടേം 0 ആയിരിക്കും. What about the first term? What is del dot r cap by r square? ഇതാണ് നമ്മൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി. ഡെൽ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പൈ ഡെൽ ക്യൂബ് ഓഫ് ആർ ആണ്. ദിസ് ഈസ് വൺ ഓഫ് ദ പ്രോപ്പർട്ടി ദറ്റ് വി ആർ എക്സ്പ്ലെയിനിങ് ഇൻ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഓക്കെ, ഡെൽ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇസ് നത്തിങ് ബട്ട് 4 പൈ ഡെൽ ക്യൂബ് ഓഫ് ആർ. ഇത് നമ്മൾ ഒറിജിൻ 0 ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടുക. നമ്മൾ ഒറിജിൻ ആർ പ്രൈം ആയിട്ട് എടുക്കണമെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് കിട്ടുക ഡെൽ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 പൈ ഡെൽ ക്യൂബ് ഓഫ് ആർ മൈനസ് ആർ പ്രൈം എന്ന് കിട്ടും. ഓക്കെ, ഇഫ് യു ഷിഫ്റ്റ് ദ ഒറിജിൻ ടു ആർ നോട്ട്. ഓക്കെ, ഒറിജിൻ 0 ആണെങ്കിൽ ഡെൽ ക്യൂബ് ഓഫ് ആർ എന്നാണ് വരിക. ഒറിജിൻ ആർ പ്രൈം ആണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷനിൽ 4 പൈ ഡെൽ ക്യൂബ് ഓഫ് ആർ മൈനസ് ആർ പ്രൈം എന്ന് വരും. സോ നമുക്കിപ്പോൾ ഡെൽ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ എന്താണെന്നും കിട്ടി, ഡെൽ ഡോട്ട് ജെ എന്താണെന്നും കിട്ടി. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് ടേമിൽ ഡെൽ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഉണ്ട്. അതിന് പകരം നമ്മൾ 4 പൈ ഡെൽ ക്യൂബ് ഓഫ് ആർ മൈനസ് ആർ ക്യാപ് എന്ന് കൊടുക്കും, ആർ പ്രൈം എന്ന് കൊടുക്കുന്നു. സെക്കൻഡ് ടേമിൽ ഡെൽ ഡോട്ട് ജെ 0 ആണ്. Okay, so we get del cross j cross r cap by r square is equal to j of r prime, okay, into 4 pi del cube of r minus r prime. Okay, or നമുക്കിപ്പോൾ കിട്ടിയത് ഡെൽ ക്രോസ് ജെ ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ആണ്. നമ്മുടെ ഇക്വേഷൻ 1ൻ്റെ കേൾ എടുത്തപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്ന ടേം ആണ്. ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് കാണാം ഡെൽ ക്രോസ് ജെ ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ അല്ലേ, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമാണ്. സോ ആ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കിപ്പോൾ കിട്ടി. സോ അത് ഈ ഡെൽ ക്രോസ് ബിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
Okay, so we get del cross B is equal to mu 0 by 4 pi integral j of r prime 4 pi del cube of r minus r prime d2. Okay, so നമുക്കിവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ mu 0 by 4 pi ഉണ്ട് ആൻഡ് ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലൊരു 4 pi ഉണ്ട്. സോ അത് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 4 pi ആൻഡ് 4 pi ക്യാൻസൽ ആവും. ബാക്കി mu 0 ഇൻറ്റു ഇൻ്റഗ്രൽ j ഓഫ് ആർ പ്രൈം ഇൻറ്റു ഡെൽ ക്യൂബ് ഓഫ് ആർ മൈനസ് ആർ പ്രൈം ഡി ടോ എന്നാണ് വരിക. ഓക്കെ, സോ ഈ ഇൻ്റഗ്രൽ ജെ ഓഫ് ആർ പ്രൈം ഇൻറ്റു ഡെൽ ക്യൂബ് ഓഫ് ആർ മൈനസ് ആർ പ്രൈം ഡി ടോ എന്ന് പറഞ്ഞാൽ ജെ ഓഫ് ആർ ആണ്. അത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇൻ്റഗ്രൽ ജെ ഓഫ് ആർ പ്രൈം ഇൻറ്റു ഡെൽ ക്യൂബ് ഓഫ് ആർ മൈനസ് ആർ പ്രൈം ഡി ടോനെ നമുക്ക് ജെ ഓഫ് ആർ എന്ന് എഴുതാം. ഓക്കെ, മറ്റേ 4 പൈ കോമൺ കോൺസ്റ്റൻ്റ് പുറത്തേക്ക് എടുത്താൽ അത് ക്യാൻസൽ ആവും. സോ യു ഗെറ്റ് അറ്റ് ലാസ്റ്റ് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു mu 0 j of r എന്ന് കിട്ടും. ഓക്കെ, that is mu 0 j, right? Del cross b is nothing but mu 0 j. So this is how you are getting that expression. Okay, so here we are using the property of Dirac delta function. So just go through the topics once again. Thank you.